നമസ്കാരം. ഇന്ന് രാജ്യമൊട്ടാകെ UPI ഇടപാടുകൾ സജീവമാണ്. മുക്കിലും മൂലയിലും വരെ ഡിജിറ്റൽ ഇടപാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലുകൾ മുതൽ തട്ടുകടകളിൽ വരെ ഡിജിറ്റൽ ഇടപാടുകളായി കഴിഞ്ഞു. ഇടപാടുകൾ കൂടുതൽ സുഗമമാക്കാൻ ഡിജിറ്റൽ ഇടപാടിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിരവധി UPI പേയ്മെന്റ് ആപ്പുകളാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആപ്പാണ് ഗൂഗിൾ പേ. ഡിജിറ്റൽ ഇടപാടിന്റെ ആദ്യകാലത്ത് എല്ലാ സേവനങ്ങളും സൗജന്യമായിരുന്നു. ഒരുപാട് ഓഫറുകളും ക്യാഷ് ബാക്കും വരെ UPI ഇടപാട് വെച്ച് നടന്നിരുന്നു. എന്നാൽ പതിയെ ചില ഇടപാടുകൾക്ക് പണം ഈടാക്കാൻ ഗൂഗിൾ പേ തുടങ്ങി. നിലവിൽ മൊബൈൽ റീചാർജിന് വരെ സർവീസ് ചാർജ് ഈടാക്കാനും തുടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ തുകയാണ് ഈടാക്കുന്നതെങ്കിലും രാജ്യമൊട്ടുക്കും വരുമ്പോൾ വലിയ തുകയായി തന്നെ മാറുന്നുണ്ട്. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ബില്ലുകൾ അടയ്ക്കുമ്പോൾ കൺവീനിയൻസ് ഫീസ് ഈടാക്കാനുള്ള നീക്കത്തിലാണ് ഗൂഗിൾ പേ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ബിൽ പേയ്മെന്റുകൾക്കാണ് കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നത്. വൈദ്യുതി, ഗ്യാസ്, വെള്ളക്കരം തുടങ്ങിയ ബില്ലുകൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അടയ്ക്കുമ്പോഴാണ് കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നത്. 0.5% മുതൽ 1% വരെയാണ് ചാർജ് ഈടാക്കുക. ഒപ്പം GSTയും നൽകേണ്ടി വരും. നിലവിൽ സൊമാറ്റോയും മറ്റ് ആപ്പുകളും അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് കൺവീനിയൻസ് ചാർജ് ഈടാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഗൂഗിൾ പേ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യാൻ കൺവീനിയൻസ് ഫീസ് ഈടാക്കാനും തുടങ്ങിയിരുന്നു. 3 രൂപയാണ് മൊബൈൽ റീചാർജ് ചെയ്യാൻ ഗൂഗിൾ പേ ഈടാക്കുന്നത്. എന്നാൽ UPI ബാങ്ക് ഇടപാടുകൾക്ക് നിലവിൽ യാതൊരു ഫീസും ഈടാക്കുകയില്ല. നേരത്തെയുള്ളതുപോലെ ഈ ഇടപാടുകൾ ഇപ്പോഴും സൗജന്യമാണ്. 2020 ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2000 രൂപയിൽ താഴെയുള്ള UPI ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്സ് അതായത് MDR എഴുതിത്തള്ളാൻ സർക്കാർ UPI കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു. അത്തരം ഇടപാടുകൾക്കുള്ള ചിലവ് സർക്കാർ കമ്പനിക്ക് തിരികെ നൽകുകയാണ് ചെയ്യാറ്. അതിനാൽ തന്നെ UPI ഉപയോക്താക്കളിൽ നിന്ന് നേരിട്ട് വരുമാനം ഉണ്ടാക്കാൻ UPI ആപ്പുകൾക്ക് പുതിയ വഴികൾ തേടേണ്ട അവസ്ഥയാണ്. ഇടപാടുകൾക്ക് പണം ഈടാക്കാൻ തുടങ്ങിയെങ്കിലും ഇന്ത്യയിൽ ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 ജനുവരിയിൽ 23.48 ലക്ഷം കോടി രൂപയുടെ 16.19 ബില്യൺ ഇടപാടുകളാണ് UPI ഇടപാടിലൂടെ രേഖപ്പെടുത്തിയത്. ഇത് വാർഷികാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 39% വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനിടയിലും മറ്റൊരു നീക്കവും ടെക് ലോകത്ത് നടക്കുന്നുണ്ട്. അടുത്തതായി വന്ന റിപ്പോർട്ട് അനുസരിച്ച് വാട്സാപ്പിലും ബിൽ പേയ്മെന്റുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വാട്സാപ്പിൽ വരുന്ന ബിൽ പേയ്മെന്റുകൾക്ക് പണം ഈടാക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. വാട്സാപ്പിന്റെ പുതിയ ഫീച്ചർ വന്നാൽ പണം ഈടാക്കുന്ന UPI ആപ്പുകൾക്ക് ഭീഷണിയാകാനും സാധ്യതയുണ്ട്. ബില്ലുകൾ അടയ്ക്കുമ്പോൾ ചാർജ് ഈടാക്കാനുള്ള നീക്കത്തെക്കുറിച്ച് ഗൂഗിൾ പേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ ബില്ലുകൾ അടയ്ക്കുന്നതിന് വൈകാതെ പണം നൽകേണ്ടി വരും. എല്ലാ മേഖലയിലും ഡിജിറ്റൽ ഇടപാടുകൾ ആയതിനാൽ തന്നെ ഫീസ് നൽകാനും ഉപയോക്താക്കൾ തയ്യാറാകും. എന്നിരുന്നാലും സൗജന്യമായി ബില്ലുകൾ അടയ്ക്കാനുള്ള ആപ്പുകളിലേക്ക് ഉപയോക്താക്കൾ മാറാനും സാധ്യതയുണ്ട്.